ഡിയേഴ്സ്, ഇപ്പൊ നമ്മള് ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തിലേക്ക് എത്തി അല്ലെ. ഇനി ലാസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് ടീച്ചർ 2-3 എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടി തരും. അതോടുകൂടി നമ്മുടെ ചാപ്റ്റർ അവസാനിക്കും. അപ്പൊ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ശരിക്കും എന്താ പഠിച്ചത്? ഒന്ന് റീകളക്ട് ചെയ്യാം ആദ്യമേ. We studied in the first class we studied the basics in banking അല്ലെ. We studied about bank, interest, simple interest, principal amount, etc. Then we move on to the topic compound interest. Compound interest എന്താണെന്ന്, അതിന്റെ മീനിങ് എന്താണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് അതിനുള്ള ഫോർമുല പഠിച്ചു. പിന്നെ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിക്കുന്നത് ചേഞ്ചിങ് ടൈംസ്, അതായത് നമ്പർ ഓഫ് ഇയേഴ്സ് മാത്രമല്ല ഹാഫ് ഇയർലി, ക്വാർട്ടർലി, അങ്ങനെയൊക്കെ പ്രിൻസിപ്പൽ എമൗണ്ടിനും ഇൻട്രസ്റ്റിനും ചേഞ്ച് വരാറുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് എന്ന് പറഞ്ഞൊരു പോർഷൻ എടുത്തു. അവിടെ നമ്മൾ എന്താ നോക്കിയത്? ഈ ഫോർമുല ഏതാണ്? ഫോർമുല എമൗണ്ട് ഇൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന ഫോർമുല P into 1 plus R by 100 the whole raised to n എന്ന ഫോർമുല ബാങ്കിങ്ങിൽ മാത്രമല്ല വേറെ പല ട്രേഡിങ്ങിലും എല്ലാത്തിലും, മാനുഫാക്ചറിങ് കമ്പനിയുടെ കേസസിലൊക്കെ അങ്ങനെയുള്ള പ്രോബ്ലംസിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ പഠിച്ചു. അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തൊരു പ്രോബ്ലം ഓർമ്മയുണ്ടോ? ഡിക്രീസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം പഠിച്ചു അല്ലെ. അപ്പൊ നമ്മുടെ ഈ ഫോർമുലയിൽ എന്താ വ്യത്യാസം വരുത്തിയത്? P into 1 minus R by 100 the whole raised to n എന്ന് എഴുതി. അപ്പൊ ഇതൊക്കെ ഓർമ്മയുണ്ട്. ഇനിയപ്പോ കുറച്ചുകൂടി ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് നമുക്ക് ബാക്കിയുള്ളൂ, 2-3 എണ്ണം. അത് കഴിഞ്ഞ് ടീച്ചർ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരും. അതോടെ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ഈ ഒരു ചാപ്റ്റർ തീരും. അപ്പൊ നന്നായി പഠിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടന്നാലോ? ഓക്കെ, ലെറ്റ്സ് വാച്ച് ഇൻ ടു ദി ആക്ടിവിറ്റി കാർഡ്. ചോദ്യം കണ്ടായിരുന്നോ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ. നോക്കിക്കേ, ഒരു മാനുഫാക്ചറിംഗ് കമ്പനി ഒരു മോഡലിന്റെ പ്രൈസ് 5% എവറി ഇയർ ഡിക്രീസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ വില 8,000 rupees ആണ്. അപ്പൊ ആഫ്റ്റർ 2 years എത്രയായിരിക്കും വില? ആഫ്റ്റർ 2 years വില കൂടുവോ കുറയോ? 5% ഡിക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പൊ വില കൂടുവോ കുറയോ? ഒബ്വിയസ്ലി കുറയും അല്ലെ. അപ്പൊ എത്ര കുറയും എന്നുള്ളതാണ്, എത്ര കുറയും എന്നല്ല, എന്തായിരിക്കും എമൗണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഡിക്രീസിങ് പ്രൈസ് 5% എവറി ഇയർ എന്നാ പറഞ്ഞിരുന്നത്. അപ്പൊ ഡിക്രീസിങ് ആണ് അല്ലെ. അപ്പൊ ഫോർമുലക്ക് ചേഞ്ച് ഉണ്ട്. ഈക്വൽ ടു P into 1 minus R by 100 the whole raised to n. What is P here? Yes, it is 8,000. P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് എന്നാണ് നമ്മുടെ ബാങ്കിങ്ങിൽ പറയാ. ഇവിടെ കറന്റ് പ്രൈസ്, അതായത് ഇപ്പൊ എന്താണ് പ്രസന്റ്ലി എത്രയാണ് രൂപ, അതാണ് നമ്മുടെ P. അതിനോട് കൂടുതലാവാം, കൂടുന്ന അടുത്ത 2 വർഷത്തേക്ക് സാധനങ്ങൾ കൂടുകയാവാം, ചിലപ്പോൾ റേറ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ റേറ്റ് ഇതേപോലെ കുറയാവാം. അത് ഡിപ്പെൻഡ്സ്. അപ്പൊ P എന്താണ്? 8,000 ആണ്. 1 മൈനസ് R എന്താണ്? 5 by 100 the whole raised to 2. ഇത് എത്ര വരും? 8,000 into 1 മൈനസ് 5 by 100 അല്ലെ. അതായത് 100 minus 5 by 100 the whole raised to 2 വന്നു. 8,000 into 95 by 100 into 95 by 100. വേഗം ഒന്ന് ചെയ്തേ. എത്ര വന്നു? 7,220 rupees വന്നു. കിട്ടിയോ എല്ലാവർക്കും? 7,220 rupees. ചോദ്യത്തിന് ഉത്തരം വേഗം ഒന്ന് എഴുതിയെടുത്തോ. കഴിഞ്ഞോ? ചോദ്യം കണ്ടോ? ഒരു ടൈഗർ പ്രോബ്ലം ആണല്ലേ. ടൈഗർ നമ്മുടെ നാഷണൽ ആനിമൽ ആണ്. അപ്പൊ ടൈഗറിന്റെ എമൗണ്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് ടൈഗേഴ്സ് ഓരോ വർഷം കൂടുന്തോറും 3% ആയിട്ട് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ റേറ്റ് ഓഫ് ഡിക്രീസിങ് എന്താണ് അവിടെ? 3% ആണ്. 2011 there were 1,700 ടൈഗേഴ്സ് അല്ലെ. 1,700 ടൈഗേഴ്സ് ഉണ്ടായിരുന്നു. 2016 എത്ര ടൈഗേഴ്സ് ഉണ്ടാവുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എത്രയുണ്ട് ഡ്യൂറേഷൻ? എത്രയായിരിക്കും? 2016 minus 2011, that is 5 years ആണ് നമ്മുടെ
ഡ്യൂറേഷൻ. അപ്പൊ ഇനി നമ്പർ ഓഫ് ടൈഗേഴ്സ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ടൈഗേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? പി ഇൻറ്റു 1 മൈനസ്, അത് എന്തുകൊണ്ടാ? ഇക്വേഷൻ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? യെസ്, ഇറ്റ് ഇസ് ഡിക്രീസിങ് അല്ലെ. അപ്പൊ 1 മൈനസ് r by 100 the whole raised to n, that is 1700 into 1 minus 3 by 100 the whole raised to 5, that is 1700 into 97 by 100 the whole raised to 5. ഒന്ന് വേഗം ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഉത്തരം എന്ത് വന്നു? യെസ്, 1460 ടൈഗേഴ്സേ ഉണ്ടാവുള്ളൂ. എപ്പോ? 1460. നമ്മുടെ 2016 ആവുമ്പോ 1416 ടൈഗേഴ്സേ ഉണ്ടാവുള്ളൂ. നമ്മുടെ നാഷണൽ ആനിമലുടെ റേറ്റ് ആണെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കണേന്ന് ഓർക്കണം. ഇപ്പൊ 2011 എത്രയും ഉണ്ടായിരുന്നത് 2016 ആയപ്പോഴേക്കും ഒരു 300 സംതിങ് കുറഞ്ഞു അല്ലെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. എങ്ങനെ ചെയ്യണം? ഡിക്രീസിങ് ആയതുകൊണ്ട് നമ്മുടെ ഫോർമുലയിൽ ഒരു ചേഞ്ച് ഉണ്ട്. അപ്പൊ ഇതൊന്ന് വേഗം എഴുതിയെടുത്തോ. ക്വസ്റ്റ്യൻ കണ്ടോ? ചെറിയൊരു ചേഞ്ച് ഒക്കെ ഉണ്ട് ക്വസ്റ്റ്യനില്. മഹാദേവൻ എന്ന് പറഞ്ഞ ഒരാള് he took a loan of 5,000 rupees at the rate of 10% first year and 12% in the second year. 2 വർഷത്തിന് ശേഷം ആൾക്ക് എത്ര രൂപ കൊടുക്കണം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണല്ലോ, കോമ്പൗണ്ടഡ് ആനുവലി ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇയറില് പി എന്താണ്? യെസ്, ഇറ്റ് ഇസ് 5,000 rupees. ആറോ 10%, എന്നോ 1. Therefore, A എന്താണ്? 5,000 into 1 plus 10 by 100 the whole raised to 1. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും നമുക്ക് സാധാരണ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ അറിയാലോ. അതെങ്ങനെ ചെയ്യും? ഇൻട്രസ്റ്റ് എത്രയാണ്? നമ്മൾ സാധാരണ ആദ്യം ചെയ്ത പോലെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. 5,000 P into N into R by 100. 500 rupees. അതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് വരിക. ഓക്കെ, ഇനി ഈ ഇൻട്രസ്റ്റ് പോരാഞ്ഞിട്ട് ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് ആണ് ഇത്. അപ്പൊ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോ പി എന്തായിരിക്കും? 5,000 പ്ലസ് 500 അല്ലെ. 5,500 rupees ആയിരിക്കും നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. ആർ എന്ത് വന്നു? സെക്കൻഡ് ഇയറിൽ വന്നപ്പോ 12% ആയിട്ട് മാറി. എന്നിവിടെ 1 തന്നെയാണ്. അപ്പൊ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ത് വരും? 5,500 into 12 by 100 എന്ന് വരും. വേഗം ഒന്ന് കൂട്ടിക്കേ. യെസ്, it will be 660 rupees അല്ലെ. 660 rupees. അപ്പൊ സെക്കൻഡ് ഇയറിലുള്ള ഇൻട്രസ്റ്റും നമുക്ക് കിട്ടി. ഇനി തേർഡ് ഇയറിലേക്ക് വരുമ്പോ, അതായത് ഇദ്ദേഹത്തിന് എന്താണ് വേണ്ടത്? സെക്കൻഡ് ഇയർ കഴിഞ്ഞ അദ്ദേഹത്തിന് എത്ര കിട്ടും എന്നാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് തേർഡ് ഇയറിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിച്ചാൽ പോരെ? അതൊക്കെ പഠിപ്പിച്ചെന്ന് മറന്നോ? ഇല്ല അല്ലെ. 660, that is 6160 rupees. അപ്പൊ ഇദ്ദേഹത്തിന് എത്ര രൂപ തിരിച്ചടയ്ക്കണം? അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട്, that is 6,160 rupees. അപ്പൊ അദ്ദേഹം പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് 5,000 ഇട്ടു. ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റിന്റെ റേറ്റ് 10% ആയിരുന്നു. അത് വെച്ച് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. അടുത്ത വർഷം ആയപ്പോഴേക്കും അത് 12% ആയി. അത് വെച്ചിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തേർഡ് ഇയേഴ്സിലെ പ്രിൻസിപ്പൽ എടുത്തു. അതാണ് that is the amount which he has to repay to the bank. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. വേഗം എഴുതിയെടുത്തോ. ചോദ്യം കണ്ടോ? ഷിബു took a loan of rupees 50,000 from a bank at a rate of 12% interest compounded annually. അപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മുടെ 50,000 ആണ്. റേറ്റ് 12% ആണ് ആനുവലി. പക്ഷെ ഇവിടെ എന്താണ് സംഭവം? കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണ്.
Find the amount to close the loan at the end of 1.5 years. 1.5 years ആണ് നമുക്ക് വേണ്ടത്. പ്രിൻസിപ്പൽ എമൗണ്ട് 50,000 rupees ആണ്. R എന്ന് പറയുന്നത് 12% ആണ്. ഇനി 1.5 yearsല് എത്ര ക്വാർട്ടറുകളുണ്ട്? 6 quarters ഉണ്ടല്ലേ. വെരി ഗുഡ്. അപ്പൊ 6 quartersലേക്കുള്ള എമൗണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ. പിക്ക് വ്യത്യാസമൊന്നുമില്ല. ആറിനപ്പൊ എന്ത് വ്യത്യാസം വരും? ക്വാർട്ടർലി അല്ലേ, അപ്പൊ 12 divided by 4 വരും. ദാറ്റ് ഈസ് 3% വരും R. ഓക്കെ, കറക്റ്റ് ആയില്ലേ? ഇനി നമുക്ക് കണ്ടുപിടിക്കാലോ. എമൗണ്ട് ഈക്വൽ ടു P into 1 plus R by 100 the whole raised to n, where P equal to 50,000 into 1 plus 3 by 100 the whole raised to 6. 50,000 into 103 by 100 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 into 103 by 100. വേഗം ഒന്ന് ചെയ്ത് നോക്കിക്കോ. എത്ര വരും? 59,703 rupees വരും. 59,703 rupees ആണ് വരിക. അപ്പൊ ആളെന്താ എടുത്തത്? ഒരു ലോൺ ആണ് എടുത്തത്. 50,000ന്റെ ഒരു ലോൺ ആണ് എടുത്തത്. തിരിച്ചടക്കേണ്ടി വന്നത് 59,000 rupees ആണ്. അതായത് 9,000 രൂപയോളം, 9,703 രൂപയോളം എക്സ്ട്രാ അദ്ദേഹത്തിന് അടക്കേണ്ടി വന്നു. അപ്പൊ ചോദ്യം ഒന്ന് വേഗം എഴുതിയെടുത്തോ. ചോദ്യം മനസ്സിലാക്കണം, സിമ്പിൾ അല്ലേ? അപ്പൊ വേഗം എഴുതിയെടുത്തോട്ടോ. അടുത്ത ചോദ്യം കണ്ടോ? അതൊന്ന് വേഗം ഒന്ന് തനിയെ ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. സിമ്പിൾ ചോദ്യമാണ്. കമ്പ്യൂട്ട് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 20,000 rupees, that is P equal to 25,000 rupees, R equal to 9% and N equal to 2. അപ്പൊ എമൗണ്ട് എത്രയാണ്? P into 1 plus R by 100 the whole raised to N, where P is 25,000 rupees into 1 plus 9 by 100 the whole raised to 2. 1 plus 9 by 100 എങ്ങനെ എഴുതും? 25,000 into 109 by 100 the whole raised to 2 നെ നമുക്ക് 109 by 100 ഒന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്ന് വേഗം ചെയ്ത് നോക്കിക്കേ. എന്ത് വരും? 4,703 ആയിരിക്കും നമ്മുടെ ഇൻട്രസ്റ്റ് വരിക. എമൗണ്ട് 29,703 വരും. കിട്ടിയോ? 29,703 rupees. അപ്പൊ ആള് 25,000 ഇട്ടു. കിട്ടിയത് 29,703 rupees ആണ്. മനസ്സിലായല്ലോ? വേഗം ഒന്ന് എഴുതിയെടുത്തോ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ചാപ്റ്റർ മണി മാത്സ് കഴിഞ്ഞു. ടീച്ചർ ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരാം. എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാട്ടോ ഇടയ്ക്കിടയ്ക്ക്. ഈ ബാങ്കിന്റെ ചോദ്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്, ഭാവിയിലേക്ക് ആവശ്യമുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഈ കൺസെപ്റ്റുകളൊന്നും ആരും മറക്കരുത്. എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതിന്റെ മീനിങ് എന്താണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ്, അതിന്റെ മീനിങ് എന്താണ്, ഇതെല്ലാം ഓർത്തിരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം, നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ചെയ്യുക, എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.